ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒന്നൊന്നര ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും മുഴുവനായിട്ട് ഇരുന്ന് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് റെക്കമെൻഡായിട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാത്റൂമിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കുത്തലും പൊളിക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലാകെ മണ്ണും പൊടിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുക്കുക, നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീനിങ് വീഡിയോ കണ്ടിട്ട് മോട്ടിവേഷൻ ആകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു പഴയൊരു വീടാണ്. അപ്പോൾ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, ഉള്ളതൊന്ന് പുറത്താണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു റൂമിൽ നിന്ന് ഒരു ബാത്റൂം പുറത്താണല്ലോ, അപ്പോൾ അതൊന്ന് ചുമരൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ റൂമിലേക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ പുറത്ത് വേറെ ഒരു ബാത്റൂമും എടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി പണികൾ തുടങ്ങിയിട്ട് ചുമര് കുത്തിപ്പൊളിക്കലും ഇതൊക്കെ ആയിട്ടുള്ള പൊടികളാണ് നമ്മുടെ ഈ ഒരു റൂമിൽ കിടക്കണത് കേട്ടോ. അപ്പോൾ ഏകദേശം അവരുടെ എല്ലാ പണികളും കഴിഞ്ഞു. ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി അല്ലറ ചില്ലറ പ്ലംബിംഗ് വർക്കുകൾ മാത്രമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിലും ചെറുതായിട്ടുള്ളൊരു കുത്തിപ്പൊളിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ കാര്യമില്ലാത്ത കാരണം പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു റൂം കുറേ നാളായി ഇങ്ങനെ കിടക്കണം, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ വീട്ടിലുള്ള ദിവസം മാത്രമാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ അലമാരയുടെ മുകളിലും അതുപോലെ തന്നെ റാക്കൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ പൊടികൾ പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ചേട്ടൻ വേണം. അപ്പോൾ ഇന്ന് ചേട്ടന് ഓട്ടമൊന്നുമില്ലാത്ത ദിവസമായത് കാരണം അപ്പോൾ ഇന്ന് തന്നെ നമുക്കത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ അടുക്കള പണികളൊക്കെ ഒതുക്കി വെച്ച് ഒരു ഉച്ചയ്ക്ക് ആവാറായപ്പോഴാണ് നമ്മൾ ഈ ഒരു പണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഷോക്കേസിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ തുണിയൊക്കെ ഇട്ടിട്ട് മൂടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു അലമാര എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര അലമാര തന്നെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീക്കാനോ കൊണ്ട് നടക്കാനോ ഒന്നും പറ്റാത്തൊരു വലിയൊരു അലമാരയാണ്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ എൻ്റെ സാരികളൊക്കെയാണ് ഉള്ളത്. അപ്പം അത് നീക്കാനും പോകാനും വേറെ റൂമിലേക്ക് മാറ്റി വെക്കാനൊന്നും സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം ഇവിടെ തന്നെ വെച്ചു. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ബെഡ്ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പണിയുടെ ഇടയിൽ ആകെ വാതിലൊക്കെ അടച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഈ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പൊടി അപ്പുറത്തെ റൂമിലേക്കും അടുക്കള വരെയൊക്കെ എത്താറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തുണിയൊക്കെ പോകെ ദിവസങ്ങളിൽ നിലത്തേക്കൊക്കെ വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പണിക്കാരൊന്നും എടുത്ത് വയ്ക്കില്ലല്ലോ, നമ്മൾ പിന്നെ ഇങ്ങോട്ട് കടക്കാറുമില്ല, ആകെ പൊടിയും കാര്യങ്ങളൊക്കെ ആയ കാരണം. അപ്പോൾ ഒരുപാട് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഷോക്കേസിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവച്ചു. പിന്നെ അത് ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് വൃത്തിയാക്കി. അത് ഈ ഒരു മണ്ണൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ചധികം പൊടി സാധാരണഗതിയിൽ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്താ പറയുക, അടിച്ചു വരുമ്പോഴൊക്കെ അലർജിയാണ്. കാരണം തുമ്മൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താൻ പറ്റില്ല, അങ്ങനെ തുമ്മിയാണ്ടിരിക്കും. പിന്നെ കൂടുതൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ശ്വാസം മുട്ടണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം കൊറോണ ടൈമിൽ നമ്മൾ കുറേ മാസ്കൊക്കെ മേടിച്ച് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം എടുത്തിട്ട് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ വൃത്തിയാക്കണമല്ലോ, വേറെ ആരെയും കാത്തു നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ മാസ്ക് വെച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഞാനൊരു കണ്ണാടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചക്ക വരേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടവർക്കറിയാം. അമ്മയുടെ പഴയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ണാടിയാണ് കേട്ടോ. അപ്പം അതെടുത്തിട്ട് ഞാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയധികം പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഈ ഒരു പൊടികളൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ അവിടെ അപ്പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നിറയെ പൊടികളും പിന്നെ നിലത്തൊക്കെ ആ ഒരു സിമൻറ്റിൻ്റെ കട്ടയാണ് കേട്ടോ. സിമൻറ്റിൻ്റെ ഒക്കെ കൂട്ടിയതിൻ്റെയും ഒക്കെ ആണ് നിലത്ത് കിടക്കുന്നത്. കുറേയൊക്കെ ഞാൻ ഉരച്ച് കളയാൻ നോക്കി, പക്ഷെ അതൊന്നും പോടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ നിലമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അലമാരയുടെ മുകളിലും ഷോക്കേസിൻ്റെ ആ റാക്കി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കോണിമ കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ ധൈര്യം ഉണ്ടായിരുന്നില്ല. 2 സ്റ്റെപ്പ് കയറിയപ്പോൾ എന്തൊരു പേടി പോലെ. അപ്പം ഞാൻ വേഗം തന്നെ ഇറങ്ങി എന്നിട്ട് ചേട്ടനെ വിളിച്ചിട്ടാ. അപ്പം ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചേട്ടനാണ്. അപ്പോൾ അവിടെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ റാക്കേൻ്റെ മുകളിൽ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അലമാരയുടെ മുകളിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് അത് നമ്മുടെ CD ആണ് കേട്ടോ. പണ്ടത്തെ ഒരു CD കയറ്റി വെച്ചിട്ടുള്ളതാണ് അവിടെ. അത് കേടായിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് നമുക്കതിൻ്റെ ഓർമ്മ വരുന്നത്. അതിൻ്റെ മുകളിലേക്കൊന്നും ഇപ്പോൾ നമ്മളധികം കണ്ണൊന്നും എത്തില്ലല്ലോ.
പിന്നെ ഒരു പെട്ടി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ജാമ്പവാന്റെ കാലത്തെ പുതപ്പുകളാണ്. പണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ആൾക്കാർ കൊണ്ടില്ലേ, നല്ല കനുള്ള തരം ടൈപ്പ് പുതപ്പുകൾ. അതൊരു 3 പുതപ്പുണ്ട്. അത് കെട്ടിപ്പൂട്ടി റാക്കയുടെ മുകളിൽ കൊണ്ടുവച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം അത് നേരെ കൊണ്ടുപോയി കത്തിക്കാനിട്ടു കേട്ടോ. അപ്പം ഈ റാക്കൊക്കെ വെറുതെ വേസ്റ്റാണ്. അപ്പം എന്നും ചേട്ടൻ പറയും, വെറുതെ ഈ ഒരു സംഭവമൊക്കെ പൊടിക്ക് കയറാൻ വേണ്ടിയിട്ട് പണിതിട്ടിട്ട് എന്ന് എന്നും പറയട്ടെ. അതിൻ്റെ മുകളിൽ നിറച്ച് പൊടിയാണ്. പിന്നെ നമുക്ക് എന്നും അടിക്കാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ പൊടിയൊക്കെ അതിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അലമാരൊക്കെ ഒന്നിങ്ങനെ നീക്കിയിടുകയാണ്. കാരണം അതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ഉണ്ട് പൊടി. അലമാരയുടെ മുകളിൽ മൊത്തം പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് ഇറക്കി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പൊടിയൊക്കെ അടിച്ച് വാരലും ചുമരിൻ്റെ മുകളിലത്തെ പൊടിയൊക്കെ തട്ടി കളയലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം തന്നെ നമ്മുടെ അലമാരൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പൊടി ആയിട്ടുണ്ടാവുമോ എന്നായിരുന്നു എൻ്റെ ഒരു സംശയം. അപ്പോൾ ഇപ്പോൾ തുറക്കാൻ പറ്റില്ല, ആകെ പൊടിയാണല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു അലമാരയുടെ ചുറ്റും നടന്നിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വെള്ളമൊക്കെ കൊടുന്നിട്ട് ചുമരൊക്കെ വൃത്തിയാക്കുന്നത്. ചുമരിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു മണ്ണിൻ്റെ പൊടിയൊക്കെ ആയിരുന്നു. പിന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വടിയൊക്കെ എടുത്തിട്ട് മുകളിൽ ഞാൻ വെള്ളം പിഴിഞ്ഞ് കൊടുന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ മുക്കലിനും വെള്ളം പോയി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും പൊടിയും മണ്ണും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം അത് ഞാൻ പിഴിഞ്ഞിട്ട് ചേട്ടന് കൊടുക്കും. അപ്പം ചേട്ടൻ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും. അങ്ങനെയായിരുന്നു പണികൾ ഉണ്ടായിരുന്നത്. അപ്പം എനിക്കിതൊരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു പണി കിട്ടിയ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഇതുപോലെയൊക്കെ പണികൾ നടക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം എന്നും നമ്മൾ പണിക്കാർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ പൊടികൾ ഉണ്ടാവും. അതൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇരിക്കലായിരുന്നു എൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. കാരണം ഇത് ചവിട്ടിട്ടാണല്ലോ പിന്നെ നമ്മൾ റൂമിലേക്ക് കിടക്കാനൊക്കെ പോവുക. അപ്പം ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ്. മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചേട്ടൻ അവിടെ അടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ഹെൽപ്പാണ് കേട്ടോ. ആളില്ലെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയായിരുന്നു. കാരണം തരി പൊടിയാകുമ്പോഴേക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെയാണ് കേട്ടോ. ശ്വാസം മുട്ടലും കാര്യങ്ങളും പോലെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചേട്ടാ അവിടെ വൃത്തിയാക്കുമ്പോഴേക്കും ഞാനിതാ ഈ ഒരു അലമാരി ആ റൂമിൽ തന്നെ കിടന്നിരുന്നത് കേട്ടോ. ഇതിൽ കുട്ടികളുടെ തുണികളും എൻ്റെ ചുരിദാറുകളും ഒക്കെയാണ്. അപ്പോൾ അത് ഞാൻ അതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്ന കാരണം അധികം പൊടികളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് ഒറ്റയ്ക്ക് ഇളക്കി മാറ്റാൻ പറ്റുന്നതാണല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അലമാരയും അതിൻ്റെ മുകളിൽ ഒരു പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പെട്ടി എൻ്റെ കല്യാണ പെട്ടിയാണ് കേട്ടോ. എൻ്റെ കല്യാണ സാരിയൊക്കെ കല്യാണത്തിൻ്റെ അന്നൊക്കെ ആ പെട്ടിയിലാണ് നിറച്ചുണ്ടായിരുന്നത് ഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളുടെ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ടൈൽ വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ മുകളിലൊക്കെ പൊടികളുണ്ടായിരുന്നു. അതൊക്കെ തട്ടി കുടഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മുറ്റത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ റൂമിലുണ്ടായിരുന്ന കുറേ സാധനങ്ങളും ഒക്കെ മുറ്റത്തേക്ക് ഇങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസാരയൊക്കെ കണ്ടില്ലേ, ഊണുമേശാര അവിടെ തൈലിന് അതിൻ്റെ മുകളിലൊക്കെ നിറച്ച് പൊടിയാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ മുറ്റം കിടക്കണത്. ഓരോരോ ഭാഗങ്ങൾ വൃത്തിയാക്കി വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ അവിടുത്തെ അടി എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ തുടച്ച് കഴിഞ്ഞാൽ എന്തായാലും കറക്റ്റായിട്ട് അതിൻ്റെ വൃത്തി കിട്ടില്ല. കാരണം മണ്ണല്ലേ, തുടച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു മണ്ണിൻ്റെ ചെളി പോലെ ഇങ്ങനെ കിടക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇതുപോലെയൊക്കെ ഒന്ന് അടിച്ച് സോപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കഴുകണം എന്ന്. അപ്പം ഇന്നാണ് ഇപ്പം അതിനൊരു സാധിച്ചത്. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു, നമ്മുടെ അലമാരൊക്കെ കിടന്ന റൂമിൽ ഒരു ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് വെള്ളമൊക്കെ അടിച്ച് കഴുകിയിട്ട് ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുണ്ട് ഒഴുക്കി കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു പണിക്ക് നിൽക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ കഴുകണ ലിക്വിഡാണ് കേട്ടോ. ഞാൻ അധികമൊന്നും ഇട്ടിട്ടില്ല, കുറച്ചാക്കിയിട്ട് ഇവിടെ നല്ലപോലെ ഒന്ന് ഉരച്ചെടുത്തു കേട്ടോ. ആ ഒരു ചെളിയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇവിടുന്ന് ഈ ഒരു പത ആ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത്. കാരണം ആ ഒരു റൂമിൽ മാത്രമാണല്ലോ ഹോളുള്ളത്. അപ്പോൾ ഈ വെള്ളം പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല പണി കിട്ടുമേ. അപ്പം എല്ലാതും ഉരച്ചെടുത്ത് വൃത്തിയാക്കി അങ്ങോട്ട് കൊണ്ടുപോകാണ് കേട്ടോ ഞാൻ.
അപ്പം ഞാനിത് അവിടെ നിന്ന് പതുക്കെ ആക്കി ആ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെയും മുറച്ച് കഴുകി ആ ഒരു ഹോളിലൂടെ പുറത്തേക്ക് കടക്കാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വരിക. അപ്പോൾ അവസാനം പെട്ടു എന്നായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ മറ്റേ ആ ഒരു വൈപ്പർ ഉണ്ടല്ലോ, നമ്മളെ ഈ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വടിച്ച് കളയുന്ന സംഭവം, അതെടുത്തിട്ട് ഇരുന്ന് മൂപ്പരെ അങ്ങോട്ട് ഇതാക്കി കളഞ്ഞു കേട്ടോ. എന്നാലും കുറേശ്ശെ നമ്മുടെ അവിടെ വെള്ളത്തിൻ്റെയും സോപ്പിൻ്റെ ഒക്കെ അംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ തുണി എടുത്തിട്ട് അവൾക്ക് ഒന്ന് തുടച്ച് കളയാന്ന്. അങ്ങനെ 2-4 പ്രാവശ്യമൊക്കെ വെള്ളം കൊണ്ടും വെള്ളമൊക്കെ മാറ്റിയിട്ടും ഒക്കെ തുടച്ച് അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നാലാണല്ലോ ആ ഒരു മണ്ണൊക്കെ ഒന്ന് പോയി കിട്ടണം. അത്യാവശ്യം മണ്ണും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ വൃത്തിയായിട്ടുണ്ട്. എന്നാലും 1-2 റൗണ്ടും കൂടി നമുക്ക് അത് തുടച്ചെടുക്കേണ്ടി വരും കേട്ടോ. എന്നാലും ഇപ്പോൾ കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അലമാരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് ഞങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ട് അപ്പോഴേക്കും സമയമൊക്കെ ഒരുപാടായിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഒരു 2-2.5 മണിക്കൂർ നേരത്തെ ഒരു യുദ്ധമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് കേട്ടോ. ഏതാനും നിമിഷങ്ങൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫുഡൊക്കെ അടിച്ചു കേട്ടോ. നമുക്ക് വിശന്നൊരു വിധമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് ഉമ്മറം, അതായത് കുഞ്ഞ് ഉമ്മറമുള്ള അപ്പുറത്തും കൂടി ഉണ്ട് നല്ലപോലെ വൃത്തിയാക്കാനായിട്ട്. അവിടെയും പണി ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കൈയോടെ തന്നെ എല്ലാതും നമ്മൾ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. അങ്ങനെ വാതിലും ജനലും എല്ലാതും ഞങ്ങൾ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഉമ്മറത്തേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാത്റൂം ഇവിടെയാണുള്ളത്. അപ്പോൾ അവിടെയും പണി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഉമ്മറത്തൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സിമെൻറ്റൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പാടും കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വാഷിംഗ് മെഷീൻ്റെ മുകളിലേക്കൊക്കെ പൊടിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടെയും കൂടി ഉരച്ച് കഴുകിയിട്ട് നമുക്ക് ആ ഒരു പണി കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇതുപോലെ തന്നെ ഇവിടെയും സോപ്പും പൊടിയൊക്കെ ഇട്ട് ഇളക്കി നന്നായിട്ട് കുറച്ച് കഴുകുകയാണ് കേട്ടോ. അങ്ങനെ എല്ലായിടവും നല്ലപോലെ ഉരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. സിമെൻറ്റിൻ്റെ ഒക്കെ നമ്മൾ ആ ഒരു വേറൊരു സിമെൻറ്റൊക്കെ കളയാനൊരു കുത്തി കളയാനൊരു സംഭവമുണ്ട്, അതുകൊണ്ടൊക്കെ കുറച്ച് കഴുകിയിട്ടുണ്ട്. ചുമരിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും നമ്മളൊന്ന് പെയിൻ്റ് അടിക്കണം വീടിനെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. അതിപ്പോൾ നല്ല മഴയൊക്കെയാണല്ലോ ഇനി വരുന്നത്, അതൊക്കെ ഒന്ന് തീരുമാനിക്കണം. ഈ ഒരു പണിയെടുത്തതിൻ്റെ ക്ഷീണം മാറിയിട്ട് വേണം ഞാൻ അടുത്ത പെയിൻ്റ് അടിക്കാർ വന്നാൽ ഇതുപോലൊക്കെ തന്നെയാവും, നല്ല പണിയായിരിക്കും കേട്ടോ. ഇതുപോലൊരു പണിയെടുത്ത് നടുവൊടിഞ്ഞൊരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം എല്ലായിടും വൃത്തിയാക്കി കഴിഞ്ഞൊന്ന് ഇരുന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേ പ്രത്യേക ഒരു ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു
സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്നും കൂടി ഒന്ന് കളറൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരുപാട് വർഷം മുന്നത്തെയാണ് കേട്ടോ. നമ്മളെ ഒരു വീടിൻ്റെ നമ്മളെ എന്താ പറയുക, കറുത്ത ഒരു സംഭവം കണ്ടില്ലേ, അങ്ങനത്തെ സംഭവം നമ്മുടെ ഈ ഒരു അടുക്കളയുടെ ഭാഗത്തൊക്കെ എന്ത് ചാന്തോ കരിയോ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇട്ടിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ മുസൈക്കാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങി പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര തുടച്ചാലും ഞാൻ പറയാറുണ്ട്, നമ്മൾ തുടയ്ക്കാത്ത പോലെയായിരുന്നു ഇരുന്നിരുന്നത്. അപ്പം അന്നൊട്ട് ഞാൻ വിചാരിക്കണം ഒന്ന് നല്ല പോലെയൊക്കെ ഒന്ന് തേച്ചൊരച്ച് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കളയണം എന്നുള്ളത്. അപ്പം അത് കഴുകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ഇതുപോലുള്ള വീഡിയോസും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.